JEE പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ അവരുടെ ഡ്രീം റാങ്കുകളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു യുണീക്ക് പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് JEE സ്പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം JEE പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഒരുപാട് സമയം തിയറി പഠിക്കാൻ വേണ്ടി ചിലവഴിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും എക്സാം പ്രാക്ടീസിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് സമയം കിട്ടാറില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് XNY ലേണിംഗ് JEE സ്പ്രിന്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്നത് മെയിൻലി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അഡാപ്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഏത് സബ്ജക്റ്റിലും ഏത് ചാപ്റ്ററിലും വേണമെന്നുണ്ടെങ്കിലും എക്സാംസ്, കസ്റ്റമൈസ്ഡ് ആയിട്ട് എക്സാംസ് ക്രിയേറ്റ് ചെയ്യാനും ഉള്ള അവസരമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യാം, ഇപ്പോൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇതെങ്ങനെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് ഞാനതിൽ പറയാൻ പോകുന്നത്. സോ JEE സ്പ്രിന്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സോ നമ്മുടെ സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവർ കാണുന്ന ഒരു ഹോം പേജ് ഇതാണ്. ഹോം പേജിൽ ആദ്യം നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് അതിലുണ്ടാവുക. അത് കഴിഞ്ഞ് ടെസ്റ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇതിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എല്ലാ ബാച്ചിലുള്ള മുഴുവൻ കുട്ടികളും എഴുതുന്ന എക്സാമിനേഷൻ കാണാൻ പറ്റും. അതിലിപ്പോൾ ലൈവായിട്ടുള്ള എക്സാമുകൾ ഉണ്ടെങ്കിൽ അത് കാണാം. അപ്കമിങ് ടെസ്റ്റുകൾ അത് അറിയാൻ പറ്റും. കഴിഞ്ഞു പോയ എക്സാമുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ പാസ്റ്റ് ടെസ്റ്റിൽ കാണാം. അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അതാണ് ടെസ്റ്റുകളുള്ളത്. ഇനി ബൂസ്റ്റപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇതാണ് ആക്ച്വലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇതിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തത് മേക്ക് യുവർ ടെസ്റ്റ് ആണ്. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്ററിൽ ഒരു എക്സാം എഴുതണം. ഇപ്പോൾ നിങ്ങൾക്കൊരു JEE മെയിൻ ലെവലിൽ ഒരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അങ്ങനെ ആരെയും വെയിറ്റ് ചെയ്യേണ്ട, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കാത്ത് നിൽക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ടെസ്റ്റുകൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കി ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മേക്ക് യുവർ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് ഞാൻ പോവുകയാണ്. അതിൽ ക്രിയേറ്റ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. ക്രിയേറ്റ് ടെസ്റ്റ് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കും, ടെസ്റ്റിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ ഞാനൊരു പേര് കൊടുക്കുകയാണ്. ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ റിവിഷൻ 2 എന്ന് പേര് കൊടുക്കുകയാണ്. ഏത് എക്സാമാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? JEE മെയിൻ കൊടുക്കുകയാണ്. നീറ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാം, അഡ്വാൻസ്ഡ് എക്സാം, JEE മെയിൻ എന്ന് കൊടുക്കുന്നു. ഏത് പാറ്റേൺ ആണ് വേണ്ടത്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിൻ്റെ പാറ്റേൺ തന്നെ ഞാൻ ചൂസ് ചെയ്യുന്നു. ഇനി കാറ്റഗറി ക്ലാസ് 11 and 12 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് അതിൽ തന്നെ സബ്ജക്റ്റുകൾ ഏത് വേണം. അപ്പോൾ എനിക്ക് മാത്സിൽ മാത്രം എക്സാം എഴുതി, മാത്സ് മാത്രം ഞാൻ ചൂസ് ചെയ്യും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഡിഫിക്കൽട്ടി ലെവൽ. നമ്മൾ അത്യാവശ്യം പ്രിപ്പയർഡ് ആയ ഒരാളാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് അല്ലെങ്കിൽ ടഫ് എക്സാം എഴുതാം. അപ്പോൾ ഞാൻ മോഡറേറ്റ് എക്സാം കൊടുക്കുന്നു. ഇനി ഫുൾ ടെസ്റ്റ് വേണോ, മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കമ്പൈൻ ചെയ്തിട്ട് വേണോ, അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണമോ? അപ്പോൾ എനിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എക്സാമാണ് വേണ്ടത്. അപ്പോൾ കസ്റ്റമൈസ്ഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ആയിട്ട് ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മാത്സിൽ നമുക്കറിയാം +1 +2 ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലേത് ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സിലെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ട്രിഗണോമെട്രിയും അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സും മാത്രം സെലക്ട് ചെയ്യുകയാണ്. ഈ 2 ചാപ്റ്റേഴ്സ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോട് ഫൈനലി ചോദിക്കുകയാണ്, ഈ 2 ചാപ്റ്റേഴ്സിന് അല്ലേന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ടെസ്റ്റിലേക്ക് പോകാൻ പറ്റും. ഇത് എന്താണ്, വിത്തിൻ സെക്കൻഡ്സ് തന്നെ ടെസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്, റെഡി ആയിട്ടുണ്ടാകും. ആൻഡ് മേക്ക് യുവർ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അറ്റംപ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിത് അറ്റംപ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസ്, എക്സാമിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസും മറ്റൊക്കെ കാണിച്ചു തരികയാണ്. അപ്പോൾ NTA നടത്തുന്ന പോലെ തന്നെ ഒരു എക്സാമിനേഷൻ UI, അതിലെല്ലാ ഫീച്ചേഴ്സും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു എക്സാമിനേഷൻ UI നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് കൊടുത്താൽ പാറ്റേൺ കാണാം. അപ്പോൾ നമുക്കറിയാം ഒരു സബ്ജക്റ്റിന് 1 hour ആണ് JEE മെയിനിൽ അലോട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൽ 30 ക്വസ്റ്റ്യൻസ് ആണ്, 20 MCQസും 10 ന്യൂമറിക്കലും. 10 ന്യൂമറിക്കലിൽ നമുക്ക് മാക്സിമം 5 എണ്ണമേ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേ പാറ്റേണിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ടൈം റിമൈനിങ് ഇവിടെ മുകളിൽ കാണാം. സിംഗിൾ കറക്റ്റ് ആൻസറുകൾ 20 ഉണ്ട്. അത് കഴിഞ്ഞ് ഇൻഡിജർ ടൈപ്പ്, ന്യൂമറിക്കൽ ടൈപ്പ് എത്ര ഉണ്ട്, 10 ഉണ്ട്. സിംഗിൾ കറക്റ്റ് ആൻസർ ഇതാ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ആ ടൈം ബേസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പഠിച്ചു പോകുന്ന ചാപ്റ്റേഴ്സിലെ അത് ഈസി ആവാം, മോഡറേറ്റ് ആവാം, ഡിഫിക്കൽട്ട് ആവാം, ഏത് ലെവൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ MCQs അത്യാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആക്ച്വലി എന്ത് ചെയ്യാം, ഇൻഡിജർ ടൈപ്പിലേക്ക് പോകാം, അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് പോകാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയാണ്. അതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ എൻ്റർ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വാല്യൂ എത്രയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ള ആ ഒരു ഫീൽഡും ഇവിടെ അവൈലബിൾ. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററിൽ, ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ, ഇഷ്ടമുള്ള ടോപ്പിക്കിൽ മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എക്സാംസ് 5 എണ്ണം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി 6ാമത്തെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഫിനിഷ് ചെയ്യാൻ പോകണം. എക്സാംസ് ഫിനിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഫൈനലി ചോദിക്കും, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 20 ഞാൻ 10 എണ്ണം ആൻസർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇൻഡിജർ ടൈപ്പ് ന്യൂമറിക്കൽ ഞാൻ 5 എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ ചെയ്തിട്ടുണ്ട്. ഞാൻ സബ്മിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ റിസൾട്ടും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മേക്ക് യുവർ ടെസ്റ്റിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? മേക്ക് യുവർ ടെസ്റ്റിൻ്റെ പ്രത്യേകത ഇതാണ്. ഇനി ഇതിൻ്റെ പ്രാക്ടീസ് സെഷനിലേക്ക് പോകുകയാണെങ്കിൽ അടുത്തതാണ് അഡാപ്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അവസരം.
അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എക്സാം അല്ല വേണ്ടത്, പ്രാക്ടീസാണ്. അപ്പോൾ ഞാൻ പ്രാക്ടീസ് സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റുകൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കിൽ മാത്രം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഫിസിക്സ് സെലക്ട് ചെയ്യുന്നു. ഫിസിക്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലെറ്റ്സ് സേ കൈനമാറ്റിക്സ് ആണ്, 1D and 2D ആണ്. അതിൽ ഞാൻ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ടോപ്പിക്ക് മാത്രം എടുക്കാം, പ്രൊജക്റ്റൈൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മാത്രം ചെയ്യാം. ഞാൻ മൊത്തം കൈനമാറ്റിക്സിലാണ് എനിക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്പ് സിംഗിൾ കറക്റ്റ് ആൻസർ. ഇനി PYQs മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടിക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രാക്ടീസ് സെഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ആണ്. ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങളാണ് ആദ്യം വരിക. അത് നിങ്ങൾ സോൾവ് ചെയ്ത് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. ഇനി ഈ ഒരു UI നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആവറേജ് ടൈം ഫോർ കറക്റ്റ് ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവറേജ് നിങ്ങൾ എടുക്കേണ്ടത് എത്ര സെക്കൻഡ്സ് ആണ്. ആ ഒരു ടൈമിനെ എതിരെ റേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ആ ടൈമർ ഇവിടെ എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ഇവിടെ കാണുന്നുണ്ട്. PYQ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാഗ് ഏറ്റവും താഴെ ഉണ്ട്. 2024 PYQ ആണത് ആക്ച്വലി JEE മെയിൻ്റെ, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ക്ലിയർ റെസ്പോൺസ് വേണമെങ്കിൽ അത് ചെയ്യാം. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോ സൊല്യൂഷൻ ക്ലിക്ക് ചെയ്യാം. അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ യുവർ ആൻസർ ഈസ് കറക്റ്റ് ഓർ റോങ് എന്നുള്ളത് അറിയാൻ സാധിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ സാധിക്കും. ഇവിടെ ആവറേജ് ടൈം 62 സെക്കൻഡാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, പക്ഷേ നമ്മൾ ചെയ്തിട്ടുള്ളത് 45 സെക്കൻഡ്സ് കൊണ്ടാണ്. ഓക്കെ, ഷോ സൊല്യൂഷൻ എടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനും ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. പ്രാക്ടീസിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിതാ ചൂസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാനിതാ എന്ത് ചെയ്യാണ്, സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ആൻസർ തെറ്റിപ്പോയി, ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇൻകറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യുവർ ടൈം സ്പെൻഡ് വാസ് ലെസ് ദാൻ ആവറേജ് ടൈം ടു ഗെറ്റ് കറക്റ്റ്. റിമെമ്പർ ദി ആക്യുറസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്പീഡ് എന്നുള്ളൊരു മെസ്സേജും കൂടെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയാണ്. ഷോ സൊല്യൂഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ കൃത്യമായിട്ട് ഇവിടെ നോക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ആൻസർ ചെയ്യാതെ തന്നെ നേരിട്ട് സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുകയാണോ എന്നുള്ളത്. തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോ സൊല്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അടിപൊളി വായിച്ചാൽ മനസ്സിലാവുന്ന ഡീറ്റെയിൽഡ് സൊല്യൂഷൻ തന്നെ കാണാൻ സാധിക്കും. ഇതാണ് പ്രാക്ടീസ് സെഷൻ. അപ്പോൾ ടൈമറോട് കൂടി തന്നെ ഒരു എക്സാം അല്ലെങ്കിൽ കൂടെ നമുക്ക് അങ്ങനെ 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സാം പ്രഷർ ഇല്ലാതെ നിങ്ങൾക്കൊരു ഫസ്റ്റ് ലെവൽ പ്രാക്ടീസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ാണ്. അങ്ങനെ ഞാൻ ആ സെഷൻ എന്ത് ചെയ്യാണ്, ഞാനത് എൻഡ് ചെയ്യാണ്. അതാണ് നമ്മുടെ മേക്ക് യുവർ ടെസ്റ്റും പ്രാക്ടീസ് സെഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് അസൈൻമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ എക്സാം എഴുതുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. ഇനി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത എക്സാമിൽ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ഒരു AI ജനറേറ്റഡ് അസൈൻമെൻറ്റ് നിങ്ങൾക്ക് തരികയാണ്. ഞാനിപ്പോൾ അടുത്തൊരു ടെസ്റ്റ് ചെയ്തായിരുന്നു, റിവിഷൻ 2 ആണ്. റിവിഷൻ 2നെ ബേസ് ചെയ്തുകൊണ്ട് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. എന്താണ് അസൈൻമെൻറ്റ് പ്രത്യേകത? റിവിഷൻ 2 എന്ന് പറയുന്ന ഒരു എക്സാം നമുക്ക് ഓർമ്മയുണ്ട്, മാത്സിൻ്റെ എക്സാം ആയിരുന്നു. അതിൽ എൻ്റെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മറ്റൊരു പ്രാക്ടീസ് ആണ്. അപ്പോൾ അതും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് അല്ലേ. ഇപ്പോൾ +1 സ്റ്റാർട്ട് ചെയ്യുന്നൊരു കുട്ടിക്ക് ഈ ഒരു ടൂൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം അടിപൊളിയായിട്ട് 2 വർഷം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ തെറ്റിച്ച ക്വസ്റ്റ്യൻസിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് എത്തിയിരിക്കുകയാണ്, ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു എക്സാം എഴുതി അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നോക്കാനുള്ള അവസരമുണ്ട്. അതിലെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാൻ അതുപോലത്തെ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ആയോ. അപ്പോൾ അതിൽ ഞാൻ തെറ്റ് വരുത്തി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം, എന്നിട്ട് നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റും. ഇതാണ് അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതും ഓരോ എക്സാമിന് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ഇനി ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ബുക്ക് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ബുക്ക് മാർക്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിൽ കാണാൻ സാധിക്കാം. ആൻഡ് മൈ ഹെൽത്ത് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അത് ഓവറോൾ നമ്മുടെ എക്സാം പെർഫോമൻസും അതിലെ അക്യുറസിയും സ്പീഡും എല്ലാം നോക്കിക്കൊണ്ട് ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഓവറോൾ സ്കോർ ഇടുന്നതാണ്. ഇതിലെ പെർസെൻറ്റേജ് നമ്മളിങ്ങനെ ഇതിൽ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് എക്സാംസ് ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ട് വരും. ഒരു 70% ഹെൽത്തൊക്കെ നമ്മൾ ഫൈനലി എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിൽ സ്ട്രോങ് ആണെന്നാണ് അർത്ഥം. വേണമെങ്കിൽ ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ ലീഡർ ബോർഡ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്കറിയാം കറൻറ്റ്ലി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുള്ളത് XNY യൂണിവേഴ്സൽ JEE 26 ടാർഗറ്റ് JEE 2026 ബാച്ചിലുള്ള കുട്ടികൾക്കാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുള്ളത്. അത് ആക്ച്വലി എന്താണ് ഏപ്രിൽ 22 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോഴ്സാണ്. എന്നാൽ ഇത് അവർക്ക് മാത്രമല്ല 2027 JEE എഴുതാൻ പോകുന്ന ഇപ്പോൾ 10 പഠിക്കുന്ന +1 JEE ബാച്ചിലേക്ക് വരാൻ പോകുന്ന കുട്ടികൾക്കും ഈ പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിരിക്കും. ആൻഡ് 2025 JEE എഴുതാൻ പോകുന്ന +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന
ഫ്യൂച്ചറിൽ ജനുവരി ഏപ്രിൽ സെഷൻസിന് വേണ്ടി ഞങ്ങളൊരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ 25 എഴുതാൻ പോകുന്ന ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോൺ വറി, നിങ്ങൾക്കുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടുള്ള പ്ലാനും ഫ്യൂച്ചറിൽ ഞങ്ങൾ അറിയിക്കുന്നത്. ഓക്കെ, ഇനിയുള്ളത് റിസൾട്ട് ആൻഡ് റിപ്പോർട്ടാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ. ഏത് ടൈപ്പ് ഓഫ് റിപ്പോർട്ടുകളാണ് ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ ടെസ്റ്റ് റിസൾട്ടുകളുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എക്സാമിൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളുടെ ബാച്ച് റാങ്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ക്യുമുലേറ്റീവ് ആയിട്ട് ഓരോ സബ്ജക്റ്റിലും ചാപ്റ്റർ വൈസ് എത്ര ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്, എത്ര ചോദ്യങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ടെസ്റ്റ് റിപ്പോർട്ടുകൾ, നമ്മളെടുക്കുന്ന ഓരോ എക്സാമിൻ്റെയും റിപ്പോർട്ടും ആക്ച്വലി ആണ്. അതുപോലെ തന്നെ പ്രാക്ടീസ് സെഷൻസിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഞാൻ എഴുതിയ കൈനമാറ്റിക്സിൻ്റെ പ്രാക്ടീസ് സെഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇത് കാണാവുന്നതാണ്. റൈറ്റ്, അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. ഇനി ടെസ്റ്റ് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ റിപ്പോർട്ടുകളിലേക്ക് പോകാം. എന്താണ് ആ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത എന്ന് കൂടെ കാണാം. ഇങ്ങനെയാണ് ഒരു എക്സാമിൻ്റെ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അപ്പോൾ എക്സാം റിപ്പോർട്ടിൽ ഒരു ഓവറോൾ വ്യൂ ഉണ്ടായിരിക്കും. എത്ര ചോദ്യങ്ങളുടെ എക്സാം ആയിരുന്നു എന്ന്, പിന്നെ നിങ്ങളുടെ പെർഫോമൻസും ഇവിടെ കാണാൻ പറ്റും, പെർസെൻറ്റേജിലൊക്കെ കാണാം. ആൻഡ് ഇതിൽ 4 സെക്ഷൻസ് ആയിട്ടാണ് ഈ അസസ്മെൻറ്റ് റിപ്പോർട്ട് ഉള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന് കോൺസെപ്റ്റ് വൈസ് നിങ്ങളുടെ പെർഫോമൻസ്, സ്കിൽ സെറ്റ് വൈസ് എങ്ങനെയുണ്ട്, ഡിഫിക്കൽട്ടി വൈസ് എങ്ങനെയുണ്ട്, ടൈം യൂട്ടിലൈസേഷൻ എങ്ങനെയുണ്ട്, ഓവറോൾ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരിക്കും. റീവിസിറ്റ് ദ ടെസ്റ്റ് ആൻഡ് സ്പെഷ്യലി ക്വസ്റ്റ്യൻസ് ലിസ്റ്റഡ് ആസ് ആക്ഷനബിൾ ക്വസ്റ്റ്യൻസ് ത്രൂ സെക്ഷൻ 2 and 3. AI ജനറേറ്റഡ് ഒരു അസൈൻമെൻറ്റ് ഓൾറെഡി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു എന്താണെന്നുള്ളത്. ആൻഡ് റിപ്പോർട്ടിലേക്ക് പോകണമെങ്കിൽ കോൺസെപ്റ്റ് വൈസ് ഓരോരോ ക്വസ്റ്റ്യൻ്റെയും പിന്നിലുണ്ടായിരുന്ന കോൺസെപ്റ്റ് എന്തായിരുന്നു, അതിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ റെസ്പോൺസ് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? അങ്ങനെ ഓരോ കോൺസെപ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നത് ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? ഇനി നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്കിൽ സെറ്റ് വൈസ്. സ്കിൽ സെറ്റ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് പലപ്പോഴും റീകളക്ഷൻ ആൻഡ് ബേസിക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ, ഫോർമുല ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. ഇതിൽ ഓരോന്നിലും നിങ്ങളുടെ പെർഫോമൻസ് എത്രത്തോളം, ഇതിൽ ഏതിലാണ് നിങ്ങൾ വീക്ക് എന്ന് നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാം. തേർഡ് റിപ്പോർട്ട് ഡിഫിക്കൽട്ടി വൈസ് ആണ്. ഈസി, മീഡിയം, ടഫ്. ഇതിൽ ഓരോ കാറ്റഗറി ക്വസ്റ്റ്യൻസിലും നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എവിടെ മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നാലാമത്തത് ടൈമാണ്. ടൈം ബേസ്ഡ് ആയിക്കൊണ്ട് നിങ്ങൾ ഏറ്റവും വൈസായിട്ട് ടൈം യൂസ് ചെയ്തിട്ടുണ്ടോ അത് തന്നെ മൊത്തത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓരോ സ്കിൽ സെറ്റിലും നിങ്ങൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യും. ഡിഫിക്കൽട്ടി വൈസ് നിങ്ങളുടെ ടൈം എത്രയാണ്, അത് ടോപ്പറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ടോപ്പറുടെ ടൈമുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അടിപൊളി റിപ്പോർട്ട് ഇതിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഓരോ എക്സാം കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ്, ഒരു ഡീറ്റെയിൽഡ് AI ജനറേറ്റഡ് റിപ്പോർട്ട് കിട്ടും. ഇത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒക്കെ എന്താണ് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. ഇമ്പ്രൂവ്മെൻറ്റുകൾ ഏത് ഏരിയയിലാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ പ്രാക്ടീസ് സെഷൻ്റെ റിപ്പോർട്ട് ഇവിടെ കാണാം. തൊട്ട് മുന്നേ ഞാൻ കൈനമാറ്റിക്സിൽ ഒരു പ്രാക്ടീസ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ഞാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ടൈം, കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എത്ര ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ളതുണ്ടായിരിക്കും, എത്ര കോൺസെപ്റ്റുകൾ ഞാൻ കവർ ചെയ്തു. അപ്പോൾ ടൈം ഡിസ്ട്രിബ്യൂഷൻ, സോൾവിങ് ക്വസ്റ്റ്യൻസിന് വേണ്ടി ചിലവാക്കിയത്, അതുപോലെ റെസ്പോൺസ് സമ്മറി, എത്രണ്ണം ശരിയായി, ഹെൽത്ത് ഇമ്പാക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ക്വസ്റ്റ്യൻ വൈസ് ഡീറ്റെയിൽസ്, ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ചോദ്യത്തിൽ ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. എത്ര സമയം സ്പെൻഡ് ചെയ്തു, ആവറേജ് ടൈം ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് കുട്ടികൾ അത് ശരിയാക്കിയിട്ടുണ്ട്, ഈ കാര്യവും ഇതിൽ അവൈലബിൾ ആണ്. അണ്ടർസ്റ്റുഡ്? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. സോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കുട്ടിയുടെയും ഓരോ സ്റ്റേജിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാപ്റ്റർ വൈസ്, ടോപ്പിക് വൈസ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് JEE സ്പ്രിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ ഇതിൻ്റെ പ്ലാനുകൾ ഞങ്ങളുടെ ഈ ഒരു ചാനലിലൂടെ അറിയിക്കും. ഈ വർഷം JEE എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇതിൽ ഓൾ ഇന്ത്യ ലെവൽ തന്നെ ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ ഈ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ പ്ലാനുകളൊക്കെ ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് XNY ലേണിംഗ് വിത്ത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടാർഗറ്റ് JEE പ്രോഗ്രാമിൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള JEE സ്പ്രിൻറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെട്ട ആളുകൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്ത് തോന്നി എന്നുള്ളത് ഓണസ്റ്റ് ആയിട്ട് എല്ലാവരും പറയണം. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞങ്ങളുടെ അടുത്ത വർഷത്തെ ബാച്ചിലേക്ക് ജോയിൻ XIQ എന്ന് പറയുന്ന സ്കോളർഷിപ്പ് കം സ്ക്രീനിങ് ടെസ്റ്റ് സെപ്റ്റംബർ 22-ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മറ്റും ഉണ്ടായിരിക്കും. സോ 10th പഠിക്കുന്ന കുട്ടികളെ, ഏറ്റവും ബെസ്റ്റ് കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് +2ൻ്റെ കൂടെ തന്നെ JEE ഒക്കെ ക്ലിയർ ചെയ്തിട്ട് NIT IITയിലേക്കൊക്കെ അഡ്മിഷൻ ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. അതിന് കൃത്യമായിട്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം, വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, 2 വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്താലാണ് ആ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം.